പ്രകൃതിയുടെ മനോഹാരിതയിൽ പൂത്തുവിരിഞ്ഞ ഒരു ദൈവവചനമാണ് ഹബാക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വചനം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്നതുപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ നടത്തുന്നു. പഴയ നിയമത്തിലെ 12 ചെറുപ്രവാചകന്മാരിൽ ഒരാളാണ് ഹബാക്കൂക്ക്. 3 അധ്യായമുള്ള ഈ പ്രവാചകൻ്റെ പ്രവാചക ഗ്രന്ഥം എത്ര വായിച്ചാലും മതിയാവുകയില്ല. ഈ വചനങ്ങൾ രചിക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ വരവിന് 600 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ വചനത്തിൻ്റെ പൂർത്തീകരണങ്ങളെല്ലാം നടന്നത് യേശു ക്രിസ്തുവിലാണ്. ഈ വചനം വായിച്ച് സന്തോഷവും സമാധാനവും രക്ഷയും പ്രാപിച്ച പല വ്യക്തികളെയും കാണുവാനിടയായി. നിങ്ങൾ ഈ കാണുന്ന പ്രകൃതി മനോഹരമായ ഈ സ്ഥലം ആലപ്പുഴ മധുര റോഡിൽ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ഒടിയപാറയിൽ ആണ് ഇത് കാണുന്നത്. ഈ ഭാഗത്തു കാണുന്ന വലിയ പാറക്കെട്ടുകളെ അറിയപ്പെടുക ബ്ലൂ റോക്ക് എന്നാണ്. ഇവിടെ നിന്ന് തുടങ്ങിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനമലയുടെ അടിസ്ഥാനം വരുന്നത്. ഫുഡ് റോക്ക് എന്നുകൂടി അറിയപ്പെടുന്നു. ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.